നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് നമുക്ക് ഹായ് ആപ്പിൽ എങ്ങനെ KYC ചെയ്യാം, അതിൻ്റെ സ്റ്റെപ്സും പിന്നെ അതുകൂടാണ്ട് നമുക്ക് എങ്ങനെ ഹായിൽ മെമ്പർഷിപ്പ് എടുക്കാം എന്നുള്ളതുമാണ്. അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കലും KYCയും മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹായ് നിങ്ങൾക്ക് ഡെയിലി ഏൺ ചെയ്യണമെങ്കിലും പിന്നെ നിങ്ങളുടെ ആ ഒരു ഏൺ ചെയ്ത റിവാർഡ് നിങ്ങൾക്ക് വിഡ്രോ ആയിട്ട് ഫ്ലെക്സിബിൾ അക്കൗണ്ടിലേക്ക് കിട്ടണമെങ്കിലും നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ മെമ്പർഷിപ്പ് എടുത്താൽ കുറേ ബെനിഫിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. കാർഡ് എടുക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഹായ് ഉള്ളവർക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. കൂടുതൽ ബെനിഫിറ്റുള്ള കാർഡ് കിട്ടും. ഇൻ്റർനാഷണൽ കാർഡാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് എങ്ങനെ നമുക്ക് KYC ചെയ്യാം, അതിൻ്റെ സ്റ്റെപ്പും പിന്നെ അതുകൂടാണ്ട് എങ്ങനെ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുക്കുന്നതിൻ്റെ കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട്. എൻജോയ്ട്ടൊക്കെ എനിക്ക് നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ അത് തന്നെ KYC ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹായ് ആപ്പ് ലോഗിൻ ചെയ്യാം. ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യണം. 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പ്രൊഫൈൽ ആൻഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് മുകളിലായിട്ട് KYC ടയർ 1 എന്ന് പറഞ്ഞ് നമുക്ക് വെരിഫിക്കേഷൻ്റെ ഇതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് കാണും. അപ്പോൾ 3 ഓപ്ഷൻസിൽ ആദ്യത്തേന്ന് വെച്ചാൽ സെൽഫിയാണ്. ക്ലിയർ ആയിട്ടുള്ള സെൽഫി കൊടുക്കുക. പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് ആണ്. ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് കൊടുക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് അപ്രൂവ് ആവില്ല, അതുകൊണ്ട് അത് കൊടുത്ത് സമയം കളയണ്ട. ആധാർ കാർഡ് കൊടുക്കുക. ആധാർ കാർഡ് കൊടുത്ത് കഴിയുമ്പോൾ അപ്രൂവ് ആയിക്കോളും. പിന്നെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. എല്ലാ ഫോട്ടോസും ക്ലിയർ ആവാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതിൽ 3 റിജക്റ്റ് ആയെങ്കിൽ പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഭയങ്കര പണിയാണ്. അവർക്ക് മെയിലൊക്കെ അയച്ചിട്ട് അവർ റിപ്ലൈ ഒക്കെ തന്നാലാണ് വീണ്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരെണ്ണമൊക്കെയാണ് റിജക്റ്റ് ആവണമെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ 5 മിനിറ്റിനുള്ളിൽ റിസൾട്ട് വരും. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ അപ്രൂവൽ കിട്ടും. അതായത് ഹായ് അപ്രൂവ് ആവും, ഹായുടെ KYC അപ്രൂവ് ആവും. അപ്പോൾ ക്ലിയർ ആയിട്ട് ചെയ്യാം. അപ്രൂവ് ആയതിനു ശേഷമാണ് നമുക്ക് ഹായ് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഏറ്റവും താഴെ നമുക്ക് കാണാൻ പറ്റും ഹായ് മെമ്പർഷിപ്പ്. ഇപ്പോൾ എൻജോയ് എക്സ്ക്ലൂസീവ് ലൈഫ് സ്റ്റൈൽ ബെനിഫിറ്റ്സ് ഓൺലി വിത്ത് ഹായ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹായ് ഗസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതിലാണ് നമ്മൾ എടുക്കുന്നത്. ക്രിപ്റ്റോ വെച്ചിട്ടാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഹായ് വാങ്ങിക്കണത് ക്രിപ്റ്റോ വെച്ചിട്ടാണ്. അതുകൊണ്ട് ഞാൻ ബൈനാൻസിൽ USDT വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കാനുള്ള എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ബൈനാൻസിൽ USDT വാങ്ങിക്കണത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാനില്ല. ഓൾറെഡി ഞാൻ P2P ട്രേഡിങ്ങിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തേക്കണതാണ്. അപ്പോൾ P2P ട്രേഡിങ് വഴി നമുക്ക് USDT ബൈനാൻസിൽ വാങ്ങിച്ചിടാം. ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മിനിമം നമുക്ക് 100 ഹായ് മതി നമുക്ക് ബേസിക് പ്ലാൻ എടുക്കാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് 100 ഹായ് മതി. അപ്പോൾ ആ 100 ഹായ് വെച്ചിട്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ഈ 27 ഹായ് സ്റ്റേക്കഡ് എന്ന് പറഞ്ഞത് എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ ജോയിൻ ചെയ്താണ്. എൻ്റെ അണ്ടറിലുള്ള ആൾക്കാർ KYC ചെയ്ത് അവർ ആക്ടിവേറ്റ് ചെയ്ത് എൻ്റെ 5% നമുക്ക് നമ്മുടെ വാലറ്റിലേക്ക് കയറും. അങ്ങനെയാണ് ഈ 27 ഹായ് വന്നത്. അപ്പോൾ ഈ 27 കൂട്ടിയിട്ട് ഈ 27 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടം വരെ ഈ ഒരു കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നത്. അപ്പോൾ 27 കൂട്ടി നമുക്ക് ഹായ് എടുക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ 100 വേണ്ട, 27 മൈനസ് ചെയ്തിട്ട് ബാക്കി മതി. പക്ഷേ ഞാനിപ്പോൾ ഈ $6 മേടിക്കുകയാണ്. അപ്പോൾ $5.95 ഉണ്ട്. അപ്പോൾ 5.95 USDT ഉണ്ട്. അപ്പോൾ USDT ആയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ഫീസ് വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ടുള്ള പരിപാടിയുണ്ട്. ഇതിൽ നമുക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അട അല്ലെങ്കിൽ കാർഡാനോ കോയിനായിട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 5 USDT വെച്ചിട്ട് നമുക്ക് ബൈ ചെയ്യാൻ പറ്റില്ല കാർഡാനോ. കാരണം മിനിമം $10 ഉണ്ടെങ്കിലാണ്, മിനിമം 10 USDT ഉണ്ടെങ്കിലാണ് നമുക്ക് ബൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ട്രേഡിൽ പോയിട്ട് കൺവേർട്ടിൽ ചെയ്യാൻ പറ്റും നമുക്ക്. കൺവേർട്ടിൽ പോയിട്ട് നമുക്ക് ഇവിടെ നമ്മൾ BTC എന്നുള്ളത് മാറ്റിയിട്ട് ആഡ് ആക്കുക, അല്ലെങ്കിൽ കാർഡാനോ. ഓക്കെ, എന്നിട്ട് നമ്മൾ മാക്സ് കൊടുക്കുക. നമുക്ക് ബൈ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് പ്രിവ്യൂ കൺവേർഷൻ കൊടുക്കുക. പ്രിവ്യൂ കൺവേർഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ കൺവേർട്ട് കൊടുക്കുക. ഓക്കെ, കൺവേർഷൻ സക്സസ്ഫുള്ളായി കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്ക് പോയി കഴിഞ്ഞിട്ട് വാലറ്റിൽ പോവാം. വാലറ്റിൽ പോയി കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് അട വന്നിട്ടുണ്ട്. ഇനി അടയിൽ ക്ലിക്ക് ചെയ്യാം, വിഡ്രോ അടിക്കുക, സെൻഡ് വിയ ക്രിപ്റ്റോ നെറ്റ്വർക്ക് അടിക്കുക, ഗോട്ടിറ്റ് അടിക്കുക. നെറ്റ്വർക്ക് നമ്മൾ BP20 ആണ് ഞാൻ കൊടുക്കുന്നത്. BP20 ഹൈലുണ്ട്, ഞാൻ ഓൾറെഡി നോക്കിയതാണ്. അതുകൊണ്ടാണ് BP20 ഹൈലുണ്ട്. അതിനാണ് ഫീസും കുറവ്, സ്പീഡും കൂടുതലാണ്. ഓക്കെ,
എന്നിട്ട് ഇവിടെ മാക്സ് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഹായിൽ വരാം. ഹായിൽ വന്നതിന് ശേഷം ഞാനിവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകണം. വാളറ്റിൽ പോവാം. വാളറ്റിൽ പോയതിന് ശേഷം ക്രിപ്റ്റോയിൽ പോവാം. ക്രിപ്റ്റോയിൽ പോയതിന് ശേഷം ഡെപ്പോസിറ്റ് അടിക്കാം. അണ്ടർസ്റ്റാൻഡ് അടിക്കുകയാണ്, അണ്ടർസ്റ്റാൻഡ് അടിക്കാം. എന്നിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് ആഡയാണ്. അപ്പോൾ ആഡ കൊടുക്കുക. ആഡ കൊടുത്തിട്ട് അതിൽ BSC തന്നെയാണ് സെലക്ട് ചെയ്തത്. ഒന്നുകൂടിയും ക്ലിക്ക് ചെയ്തേക്കുക BSC, ഡെപ്പോസിറ്റ് അഡ്രസ് BSC. ഓക്കെ, അത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം വീണ്ടും ബൈനാൻസിൽ വരിക. വീണ്ടും ബൈനാൻസിൽ വന്നതിന് ശേഷം അഡ്രസ്സിൻ്റെ അവിടെ ഇത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, പേസ്റ്റ് ചെയ്തതിന് ശേഷം വിഡ്രോ അടിക്കാം. വിഡ്രോ അടിച്ചതിന് ശേഷം കൺഫേം അടിക്കാം. കൺഫേം അടിച്ചതിന് ശേഷം വെരിഫൈ നൗ അടിക്കുക. ഇത് പുറത്തിട്ടല്ല, ഇത് നമ്മൾ ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും വിഡ്രോയിൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇത് ആരാണ് റെസിപ്പിയൻ്റ്, ആരാണ്, ഐ ആം സെൻഡിങ് ഫണ്ട് ടു മൈ സെൽഫ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ അടിക്കാം. ഓക്കെ, അത് ചുമ്മാ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്നിട്ട് വിഡ്രോ അടിക്കാം, കൺഫേം അടിക്കാം. ഓക്കെ, അപ്പോൾ വിഡ്രോയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വിഡ്രോ ആയി കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വാലറ്റ് സ്പോട്ടിൽ പോയിട്ട് നമ്മൾ ഈ ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വിഡ്രോവൽസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോവൽ പ്രോസസ്സിംഗ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ ആഡ വന്നിട്ടുണ്ട്. ഇവിടെ 5 മിനിറ്റ് പോലും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 19 ആഡ അവിടെ നിന്ന് വിഡ്രോ ചെയ്തത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആഡേനെ നമ്മൾ ഹായ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട്, അതായത് ഹായ് ബൈ ചെയ്യുകയാണ് ഇത് വെച്ചിട്ട്. ഈ ഒരു ആഡ വെച്ചിട്ട് നമ്മൾ ഹായ് ബൈ ചെയ്യുകയാണ്. ഇത്രയും കിട്ടിയാണ് ഹായ് എന്ന് വെച്ചാൽ നമ്മുടെ റിവാർഡാണ്. ഞാൻ ഫ്രീ ആയിട്ട് 1-2 കൊല്ലം അല്ല 1 കൊല്ലത്തേക്കുള്ള ക്ലെയിം ചെയ്തതാണ്. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഈ ഓരോ മാസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിന് മുമ്പ് ഹായ് നമ്മുടെ എക്സ്പയർ ആയി പോകും. അതിൽ ആക്റ്റീവ് ഹായ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് ചെയ്ത ഹായ് ആയിരിക്കും. ഇനാക്റ്റീവ് ഹായ് എന്ന് പറയുന്നത് KYC ചെയ്യാത്ത റെഫറൽസിൻ്റെ ഹായ് ആണ്. റെഫറൽസ് വഴി നമുക്ക് കിട്ടിയ ഹായ്. അപ്പോൾ അവർ KYC ചെയ്താൽ മാത്രമാണ് നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, KYC ചെയ്യും വേണം, മെമ്പർഷിപ്പ് എടുക്കും വേണം കേട്ടോ. KYC ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കേണ്ടി വരും മിക്കവാറും. ഓക്കെ, അപ്പം KYC മെമ്പർഷിപ്പും മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ 19 ആഡേനെ ഞാൻ കൺവേർട്ട് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ബേസിക് പ്ലാനെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആഡേനെ കൺവേർട്ട് ചെയ്തിട്ട് ഞാൻ ഹായ് ആക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോമിൽ തന്നെ പോയാൽ മതി. ഹോമിൽ തന്നെ പോയിട്ട് നമുക്ക് ഏറ്റവും താഴെ മെമ്പർഷിപ്പ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ബൈ ഹൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലെറ്റർ അടിക്കാം. ലെറ്റർ അടിച്ച ശേഷം വിത്ത് BTC എന്നാണ് കൊടുത്തത്. അത് മാറ്റിയിട്ട് നമ്മുടെ കയ്യിലുള്ളത് തന്നെയാണ് ആഡയാണ്. അപ്പോൾ ആഡ കൊടുക്കുക. കാർഡാനോ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 72 ഹായും കൂടി മതി നമുക്ക് ബേസിക് കാർഡ് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ ആഡ മൊത്തം കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ 1 ഇയർ ഡെയിലി റിലീസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഓഫറിൽ കിട്ടും. അപ്പോൾ ഞാനിതാണ് സെലക്ട് ചെയ്യുള്ളൂ. 1 ഇയർ ഡെയിലി റിലീസ് ആണെങ്കിൽ നമുക്ക് വില കുറച്ച് കിട്ടും. 1 ഇയറിൽ ഓരോ ദിവസം കുറേശ്ശെ നമ്മുടെ ഫ്ലെക്സിബിൾ അക്കൗണ്ടിലായിട്ട് റിലീസ് ആവുള്ളൂ. പക്ഷേ എന്നാലും ഞാനിതാണ് സെലക്ട് ചെയ്യുള്ളൂ, കാരണം ഇത് ഓഫർ പ്രൈസാണ്. അപ്പോൾ ഞാനിവിടെ മാക്സിൽ കൊടുക്കും. മാക്സിൽ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് 265 ഹായ് കിട്ടും. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഹായ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 178 കിട്ടുള്ളൂ കണ്ടോ. അപ്പോൾ നമുക്ക് 1 ഇയർ ഡെയിലി റിലീസാണ് ഞാൻ കൊടുക്കുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ മാക്സ് കൊടുക്കുകയാണ്. മാക്സ് കൊടുത്തിട്ട് ബൈ ഹായ് കൊടുക്കുകയാണ്. ഓക്കെ, പേ. ഇപ്പോൾ 266 ഹായ് ഉണ്ട്. അപ്പോൾ ഇതിൽ ബാക്ക് ടു വാളറ്റ് കൊടുക്കുക. ബാക്ക് ടു വാളറ്റ് കൊടുത്ത് കഴിയുമ്പോൾ ഇവിടെ എൻ്റെ ഹായുടെ നമ്പർ ഇൻക്രീസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മേടിച്ച ഹായ് എവിടെയാണ് കിടക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹായ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ വാൾട്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഉണ്ട്, അതിൻ്റെ ഉള്ളിലായിരിക്കും കിടക്കണേ. മെമ്പർഷിപ്പിന് മേടിച്ചാണ് ഹായ്. അപ്പോൾ അത് ഡെയിലി റിലീസാണ് നമ്മൾ കൊടുത്തത്. 1 ഇയർ ഡെയിലി റിലീസ്. അപ്പോൾ 1 ഇയർ കൊണ്ട് അത് മൊത്തം റിലീസായിട്ട് നമ്മുടെ ഫ്ലെക്സിബിൾ അക്കൗണ്ടിലായിട്ട് വരും. ഈ റിവാർഡ്സിൽ നിന്ന് വരുന്നതും ഫ്ലെക്സിബിൾ അക്കൗണ്ടിലായിട്ട് വരുന്നതാണ് പറയണത്. അപ്പോൾ അത് ഫ്ലെക്സിബിൾ അക്കൗണ്ടിലായിട്ട് വരണമെങ്കിൽ നമ്മൾ മെമ്പർഷിപ്പ് മാൻഡേറ്ററി ആയിട്ട് ബേസിക് മെമ്പർഷിപ്പ് എങ്കിലും എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബേസിക് മെമ്പർഷിപ്പ് എടുത്തത്.
അപ്പോൾ ഇത്രയുള്ള മെമ്പർഷിപ്പ് എടുക്കാൻ സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം എൻ്റെ മെമ്പർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പർഷിപ്പിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഹായ് ബേസിക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹായ് ബേസിക്കിൽ നമുക്ക് ഹായ് ബ്ലാക്ക് ആവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഹായ് ബ്ലാക്ക് ആവും. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 707 ഹായും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഹായ് ബ്ലാക്ക് ആവും. ഹായ് സിൽവർ ഉണ്ട്, ഹായ് ഗോൾഡ് ഉണ്ട്. ഹായ് ഗോൾഡൊക്കെ വന്നോളൂ. അപ്പോൾ ഹായ് സിൽവർ ആവണമെങ്കിൽ 10,000 ഹായ് ആണ്. അപ്പോൾ അതിനൊക്കെ സ്പെഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ട്. ഉണ്ട് 20% ഏണിംഗ് ബൂസ്റ്ററൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞാണ്. പിന്നെ ഓട്ടോ ഏൺ എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട് ഹൈയിൽ. അത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് ഓണായിരിക്കും. അത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ വേറൊരു ക്ലെയിം ഡെയിലി റിവാർഡ് നമുക്ക് കിട്ടണമെങ്കിൽ, കാരണം ഞാൻ അത്യാവശ്യം മാക്സിമം ഞാൻ ക്ലെയിം ചെയ്യാനുള്ളതൊക്കെ ക്ലെയിം ചെയ്തു. അതുകൊണ്ട് ഇനി എനിക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ ഞാൻ മിനിമം 25 USDയുടെ ഹായ് പർച്ചേസ് ചെയ്യണം. എന്നാലാണ് എനിക്ക് ഡെയിലി ക്ലെയിമിങ് ഇനി പറ്റുള്ളൂ. കാരണം ഇത്രയും നാൾ ഫ്രീ ആയിട്ട് തന്നെയാണല്ലോ കിട്ടിയത്. അപ്പോൾ ഇനിയും ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ മിനിമം 25 USDയുടെ പർച്ചേസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ റെഫറൽസ് ആരെങ്കിലും മെമ്പർഷിപ്പ് എടുക്കുകയോ അവരെന്തെങ്കിലും പർച്ചേസ് എടുത്തോ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. അതല്ലാണ്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ കിട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇതാണ് ഈ ഒരു മെമ്പർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ ഹായുടെ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള വിലങ്ങളോട് നിർത്താം. അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.